അപ്പൊ നമുക്കിനി നേരെ അമേരിക്കയിലേക്ക് പോയാലോ? അതെ, നിർണായകമായിട്ടുള്ള ഒരു തീരുമാനം വരുന്നുണ്ട് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്ന്. തീരുമാനം മുൻപ് തന്നെ പറഞ്ഞതാണ്, പക്ഷെ ഒന്നുകൂടി ഉറപ്പിക്കുകയാണ് അല്ലേ ഡൊണാൾഡ് ട്രംപ്. ഗസയുടെ കാര്യമാണ്. ഗസ അമേരിക്ക ഏറ്റെടുത്തു കഴിഞ്ഞാൽ പലസ്തീൻ പൗരന്മാർക്ക് അവിടെ സ്ഥാനമുണ്ടാകില്ല. അവർക്കായി പ്രത്യേക ഇടം ഒരുക്കുമെന്ന് ഫോക്സ് ന്യൂസുമായി നടത്തിയ ഒരു അഭിമുഖത്തിൽ ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. അതെ, ശനിയാഴ്ചക്കകം ഇസ്രായേലി തടവുകാരെ വിട്ടയക്കണമെന്നും ട്രംപ് അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. മധു കൊട്ടാരക്കരാണ് അമേരിക്കയിലെ ന്യൂ ജേഴ്സിയിൽ നിന്ന് ചേരുന്നത്. മധു, ഗുഡ് മോർണിംഗ് ആൻഡ് ഗുഡ് ഈവനിംഗ്. മധു, ഇതുവരെ നമ്മൾ വിചാരിച്ചതുപോലെയല്ല, കാര്യങ്ങൾ കുറച്ചും കൂടി സങ്കീർണമാവുകയാണ്. അമേരിക്ക ഗസയുടെ നിയന്ത്രണം ഏറ്റെടുത്താൽ അതിന് ഏത് തരത്തിലായിരിക്കും പലസ്തീനികളെ ബാധിക്കുക എന്നുള്ള ആശങ്ക മുൻപ് തന്നെ ലോകം പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു. ഡൊണാൾഡ് ട്രംപ് എന്താണ് ഈ അഭിമുഖത്തിൽ പറഞ്ഞത്? ഗുഡ് മോർണിംഗ് സ്മിത, പ്രവിത. ഈ ഗസയെ പറ്റി പറയുന്നതിന് മുന്നേ ഈ ഹമാസിന് നൽകിയിരിക്കുന്ന ഒരു ഭീഷണിയുണ്ട്. ഇന്ന് വൈറ്റ് ഹൗസിലെ ഈ ഓവൽ ഓഫീസിലെ ഒരുപിടി എക്സിക്യൂട്ടീവ് ഓർഡറുകൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെക്കുകയായിരുന്നു. ഇത് പലതും വിവാദമാകുന്ന എക്സിക്യൂട്ടീവ് ഓർഡറുകളുമാണ്. അത് നമുക്ക് അടുത്ത ബുള്ളറ്റിനുകളിൽ പറയുകയും ചെയ്യാം. ആ സമയത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴാണ് ഈ ഹമാസുമായി ബന്ധപ്പെട്ടും ഈ വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ടുള്ള പരാമർശം ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് മുമ്പ് അത് സമയം പറഞ്ഞിട്ടുണ്ട്. ഉച്ചയ്ക്ക് 12 മണിക്ക് അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാനും പാടില്ല. മുഴുവൻ ബന്ദികളെയും വിട്ടയച്ചില്ലെങ്കിൽ ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ കരാർ റദ്ദാക്കണമെന്നുള്ള അഭിപ്രായമാണ് ട്രംപ് പങ്കുവച്ചിരിക്കുന്നത്. പക്ഷേ അന്തിമ തീരുമാനം ഇസ്രായേലിൻ്റെതായിരിക്കുമെന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ 3 ആഴ്ച നീണ്ടു നിൽക്കുന്ന ഈ വെടിനിർത്തൽ കരാർ ഇസ്രായേൽ ലംഘിച്ചു എന്ന് ആരോപിച്ച് ഗസയിലെ ഇനി ഈ ബന്ദികളെ മോചിപ്പിക്കുന്നത് ഹമാസ് വൈകിപ്പിക്കുമെന്ന് പറഞ്ഞിരുന്നു. ഇതാണ് ഡൊണാൾഡ് ട്രംപിനെ ഇപ്പോൾ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. വളരെ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് ട്രംപ് ഭീഷണിയുടെ സ്വരത്തിൽ പറയുകയും ചെയ്തു. അതുമാത്രമല്ല, ട്രംപ് പറയുന്നത് ഈ ബന്ദികളിൽ പലരും ഒരുപക്ഷെ മരണപ്പെട്ടിരിക്കാമെന്നാണ്. ഇത് മാത്രമല്ല, തൻ്റെ കാര്യമാണ് പറയുന്നത്. ഈ വിഷയത്തിൽ ഇസ്രായേലിന് വേണമെങ്കിൽ വ്യത്യസ്ത നിലപാടുമായിട്ട് മുന്നോട്ട് പോകാം. ഹമാസിനും അതുപോലെ മറ്റുള്ളവർക്കും താൻ പറഞ്ഞത് എന്താണെന്ന് വൈകാതെ മനസ്സിലാക്കിക്കൊള്ളുമെന്നാണ് ട്രംപ് പറയുന്നത്. അതുപോലെ മറ്റ് വിവാദമായ ഒരു അഭിമുഖമാണ് ഇന്ന് ഫോക്സ് ന്യൂസിൽ ട്രംപുമായിട്ടുള്ളത് വന്നത്. അമേരിക്ക ഉടമസ്ഥാവകാശം ഗസയുടെ ഏറ്റെടുക്കുകയാണെങ്കിൽ തന്റെ പദ്ധതി പ്രകാരം ഗസയിലേക്ക് പാലസ്തീനികൾക്ക് മടങ്ങി വരുവാൻ അവകാശമില്ലെന്നാണ് ട്രംപ് പറയുന്നത്. എന്നാൽ ട്രംപ് ഭരണകൂടത്തിലെ പ്രധാന ചുമതല വഹിക്കുന്നവർ, സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ, അതുപോലെ വൈറ്റ് ഹൗസ് വക്താവ് കാഡൻ ലെവിറ്റും ഒക്കെ ഇത് മയപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട്. പാലസ്തീനെ താൽക്കാലികമായി മാറ്റിപ്പാർപ്പിക്കുമെന്നാണ് ഇവർ ഇതിന്റെ തുടർ പ്രഖ്യാപനങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. സ്മിത, പ്രവിത. ശരി മധു, എന്തായാലും മധു അത്തരത്തിൽ വലിയ വലിയ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ഞങ്ങൾ ഇവിടെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നിൽക്കണം. മധുവിന് എന്തായാലും മിസ് ചെയ്യുന്ന ഒരു കാഴ്ചയിലാണ് കേട്ടോ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ശരിക്കും മിസ് ചെയ്യും. അതുപോലെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഓർമ്മകളൊക്കെ ഒരുപാടുണ്ടല്ലോ. പ്രത്യേകിച്ച് മധു ഇപ്പോഴും നാടിനെ അങ്ങ് ചേർത്ത് പിടിക്കുന്ന ആളാണ്. അവസരം കിട്ടുമ്പോഴൊക്കെ നാട്ടിലേക്ക് വരികയും നമ്മുടെ അടുത്തൊക്കെ വരുമ്പോൾ തന്നെ ഈ കഥകളൊക്കെ തന്നെ പറയുകയും ചെയ്യും. നമ്മുടെ ഇവിടെ കുറേ പേരുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു മധുവിനൊരു നല്ല സായാഹ്നം കൂടി നേർന്നിട്ട് പറഞ്ഞു വിടാം. ഗുഡ് ഈവനിങ്, ശുഭരാത്രി.